മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ നിന്ന് കേരള പ്രതിനിധിയെ പുറത്താക്കി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പകരം യുപിയിൽ നിന്നുള്ള പ്രതിനിധിയെ ഉൾപ്പെടുത്തി വിചിത്ര ഉത്തരവ്. കേരള പ്രതിനിധി ടി.കെ. ശിവരാജനെയാണ് മാറ്റിയത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്നാണ് കേരള പ്രതിനിധിയെ നീക്കിയിരിക്കുന്നത്. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. ശരത്ലാൽ, 2022 സുപ്രീം കോടതി വിധി, അതിന്റെ പശ്ചാത്തലത്തിൽ 25 ചേർന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി, ആ സമിതിയിലാണ് കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആളുകളെ അതിൽ നിയമിക്കുന്നത്. അതിൽ കേരളം നിർദ്ദേശിച്ചയാളായിരുന്നു ശിവരാമൻ. ഇതിപ്പം കേന്ദ്രത്തിന്റെ ഏകപക്ഷീയമായ നീക്കം, അത് എങ്ങനെ വിലയിരുത്തണം? എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? സേതുലക്ഷ്മി, മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള സുരക്ഷ അല്ലെങ്കിൽ സുരക്ഷാ മേൽനോട്ടം അല്ലെങ്കിൽ സുരക്ഷയുണ്ടോ എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയിൽ നിന്നാണ് കേരള പ്രതിയെ പുറത്താക്കിയിരിക്കുന്നത്. കേന്ദ്ര വാട്ടർ ചീഫ് എഞ്ചിനീയറായിരുന്ന ശിവരാജനെയാണ് കേരളം പ്രതിനിധിയായി ഈ സമിതിയിലേക്ക് നിയോഗിച്ചിരുന്നത്. ഇതാണ് ജൂൺ 16 ഉത്തരവോടെ അദ്ദേഹത്തെ സമിതിയിൽ നിന്ന് മാറ്റുകയും പകരം UP സ്വദേശിയ BL ശർമ്മയെ റൂർക്കി സർവകലാശാല പ്രൊഫസറെ ഈ സമിതി അംഗമാക്കുകയും ചെയ്തു. ഏറ്റവും പ്രത്യേകത ഈ സമിതിയിലെ മറ്റൊരു അംഗങ്ങൾക്കും മാറ്റമില്ല എന്നുള്ളതാണ്. കാരണം തമിഴ്നാട് ശക്തമായി തന്നെ ഈ ജലനിരപ്പ് ഉയർത്തണമെന്ന് ആവശ്യമുള്ളൂ. കേരളത്തിനോട് വാദിക്കാൻ അല്ലെങ്കിൽ മലയാളിയായ ഒരു കേരളത്തിന്റെ പ്രതിനിധിയെ മാറ്റി UP സ്വദേശിയെ വെക്കുന്നതിന് വളരെ വ്യക്തതയോടെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉദ്ദേശം കൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കേന്ദ്ര ജല കമ്മീഷൻ വക്താക്കൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ശിവരാമനെ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചില്ല, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, തുടർന്ന് ബാലിശമായ നയമാണ് അദ്ദേഹത്തെ ഈ കമ്മിറ്റിയിൽ നിന്ന് വിദഗ്ധ സമിതിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. പകരം നിർത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. റൂർക്കി സർവകലാശാലയിലെ പ്രൊഫസറാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ കഴിയുക കേരളത്തിലെ താല്പര്യങ്ങൾ അല്ലെ വാദിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ഇതോടെ കേരളത്തിന് നഷ്ടമാവുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ സേതുലക്ഷ്മി വളരെ അടിയന്തരമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ജനുവരി 16 ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് ജനുവരി 16 പുറത്തിറങ്ങിയ ഈ റിപ്പോർട്ടും അല്ലെങ്കിൽ ഈ ഉത്തരവിനെതിരെ അല്ലെങ്കിൽ ഇതുവരെ കേരള സർക്കാർ ജല അതോറിറ്റി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടില്ല. സേതുലക്ഷ്മി.